ഒരു നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന, ഒരു നാളുമെൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. ഓ കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. ഓ കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. എൻ്റെ മെന്നേക്കും. ഹല്ലേലൂയ. സന്തോഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിനായി ദൈവദാസൻ കുടുംബം, മറ്റെല്ലാ ദൈവവിശ്വാസികൾ, സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ബേബി സാർ തിരുവല്ലയിൽ നിന്നും ഷാരംബല ചർച്ചിൽ നിന്നും കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടതായ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാറിൻ്റെ 2 കുഞ്ഞുങ്ങളുടെ വിവാഹം 1 മാസം ഈ വരുന്ന മാസങ്ങൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. അവരുടെ ഒരു കുഞ്ഞ് നമ്മുടെ UK യിലും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരിയും കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെയൊക്കെ വരുവാൻ ആഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരിയോട് പ്രാർത്ഥിക്കാം. എത്രയും വേഗം COS ലഭ്യമാകുന്നതിന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സാറിനെ കുടുംബം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മാത്രമല്ല, ദുബായിലുള്ള ടീച്ചറായിരുന്നു. ടീച്ചർ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വടക്കീൻ്റെ പ്രദേശത്ത് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ വേണ്ടി കഴിഞ്ഞ നാളുകൾ തീരുമാനത്തോടെ പ്രിയപ്പെട്ട റീന ജോൺ സിസ്റ്റർ വരുവാനിടയായി തീർന്നു. ഇപ്പോൾ വടക്കീൻ്റെ പ്രദേശത്ത് കർത്താവിൻ്റെ നാമത്വത്തിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ട ടീച്ചറും ആയിരിക്കുന്ന ഓർത്ത് സ്തോത്രം. അതുപോലെ മറ്റെല്ലാ ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ട കൃപയുടെ മാതാവ്, പിതാവ്, മറ്റെല്ലാ സ്തോത്രം ഞങ്ങളുടെ മാതാവ് എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെല്ലാം സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച് കേട്ട, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒന്നുകൂടെ നമ്മൾ വായിച്ചെന്ന് പകൽക്കാലം അല്പനേരം ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിച്ച് എൻ്റെ സ്വസ്ഥാനം വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സ്തോത്രം അതിനാധാരമായിട്ട് 3 വാക്യങ്ങളെ നമ്മൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യവും, രണ്ടാമത് വ്യക്തി യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം, ഒരാൾ യെശയ്യാവിൻ്റെ പ്രവചനം 51-ാം അധ്യായം 3-ാം വാക്യം. ദയവായി ശബ്ദമുയർത്തി വായിക്കാം. അനന്തര യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. വേറൊരു വ്യക്തി വായിച്ചു. അടുത്ത വാക്യം യോവേൽ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. അവരുടെ മുൻപിൽ തീ കത്തുന്നു, അവരുടെ പിൻപിൽ ജ്വാല ദഹിപ്പിക്കുന്നു. അവരുടെ മുൻപിൽ ദേശം ഏദൻ തോട്ടം പോലെയാകുന്നു. അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. യെശയ്യാവിന്റെ പ്രവചനം 51-ാം അധ്യായം 3-ാം വാക്യം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ഏദൻ തോട്ടം എന്ന വിഷയത്തെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നത്. നിശ്ചയമായിട്ടും ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ ഒരു വിഷയത്തെ സ്തോത്രം അത് പഠിപ്പിക്കണമെന്ന് ദൈവാത്മാവിൻ്റെ ഒരു നിയോഗപ്രകാരമാണ് ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന. നിശ്ചയമായും ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകിച്ച് ഏദൻ തോട്ടത്തെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ സ്തോത്രം പല കാര്യങ്ങൾ പഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ആഴ്ചകൾ നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടേതായ കുടുംബം ഏദൻ തോട്ടം അനുഭവമാകുവാൻ ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്യണം? ഈ ഒരാഴ്ച എന്തൊരു അസൈൻമെന്റ് ഒന്നും, എന്താണ്? നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മളെല്ലാ സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം, പ്രൈസ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവമേ, നീ പരിശുദ്ധനായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. നീ സർവശക്തനായിരിക്കുന്ന കൃപയ്ക്കായി, സർവജ്ഞാനിയായിരിക്കുന്ന കൃപയ്ക്കായി
ഇങ്ങനെ ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ മരുഭൂമിയാക്കുമെന്ന് വിചാരിച്ചെന്ന പല മേളകളിൽ ദൈവം എന്ത് ചെയ്തു? ഏദേൻ തോട്ടമായ അനുഭവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവദാസന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ഈ രാജ്യത്തിൽ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. എത്രയോ വർഷങ്ങളായി ഇവിടെ പാർക്കുന്നവർക്ക് പോലും പലർക്കും കഴിയാതെ പോകുമ്പോൾ ഹല്ലേലൂയ അവരുടെ പ്രൗഢിയോ അവരുടെ കുടുംബശ്രേഷ്ഠ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ അവരുടെ ജീവിതത്തിൽ ഏദേൻ തോട്ടമായ ഒരു ഭവനം കൊടുത്ത ദൈവത്തിൻ്റെ കൃപയോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ദൈവം ഒരു ഭവനം ഹല്ലേലൂയ സ്വന്തമായി ഹല്ലേലൂയ പാർക്കത്തക്ക നിലവാരത്തിൽ ദൈവം ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ രോഗത്തിൻ്റെ മൂർച്ഛന്യ അവസ്ഥയിൽ ഐസിയുക്കകത്തായിരുന്ന് ആ രാജ്യത്ത് ഹല്ലേലൂയ ഷാർജയുടെ പ്രദേശത്ത് അനേകം പേർ ഹല്ലേലൂയ മരണപ്പെട്ടു പോയപ്പോൾ ഒരു മരുഭൂമി പോലെ ആ കുടുംബത്തെയാക്കി കണ്ണുനീരാക്കുവാൻ ശത്രുവിട്ട ചില പദ്ധതികളെ അടച്ചുടച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഒരു ഏദേൻ തോട്ടമായി ഇന്നൊരു കുടുംബം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ലൈസൻസുകളുടെ ബന്ധത്തിൽ പലപ്പോഴും മരുഭൂമി പോലെ വരണ്ട നിലം ഹല്ലേലൂയ ഒരു നിലം പോലെയായി ഇനി അതിന് കഴിയത്തില്ല എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഇറങ്ങി ഒരു ഹല്ലേലൂയ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഏദേൻ തോട്ടമായി വെളിപ്പെടേണ്ട കാരണം ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനം സ്തുതിച്ചാരംഭിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് മരുഭൂമിക്ക് ഒരു സ്ഥാനമില്ല. ഇന്ന് മകൾ എത്ര വിശ്വസിക്കർത്താവേ, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വ്യക്തി ജീവിത മണ്ഡലങ്ങൾ ഒരു ഏദേൻ തോട്ടമായി എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചൊരു ചോദ്യം, ഹല്ലേലൂയ, അതിനെ ആഴമായി ചോദിച്ചൊരു ചോദ്യം ഇന്ന് പുതുതായി കേൾക്കുന്ന പലരുമുണ്ടല്ലോ, അവരോടും കൂടെ മനസ്സിലാകാൻ വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം തന്ന കാഴ്ചപ്പാട്, ദൈവം തന്ന ജീവൻ എങ്ങനെയും തീർത്ത് കർത്താവിൻ്റെ നാളിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നാൽ മാത്രം മതിയോ? ഇല്ല. ദൈവവചനം വ്യക്തമായി പറയുന്നു, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പ്രത്യേകതയുണ്ട്. നിങ്ങൾ മരിച്ച് കർത്താവിൻ്റെ നാട്ടിലെത്തുക മാത്രമല്ല, ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചതിന് കാരണം ഒരേദേൻ തോട്ടമായി വെളിപ്പെടുവാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും കർത്താവെ എങ്ങനെയും ഒന്ന് മരിച്ച് അപ്പൻ്റെ നാട്ടിലെത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്നു, കർത്താവ് പിന്നെ എന്തിനാ താങ്കളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എത്ര തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എത്ര തന്നെ നിലവിളിച്ചിട്ടും നിലവിളിയുമേ നിലവിളി, കരച്ചിന്മേൽ കരച്ചിൽ, നിരാശമേ നിരാശ മാത്രമായിരിക്കുന്ന മരുഭൂമികളുടെ അനുഭവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിൽ നാം വിശ്വസിക്കണം. കർത്താവേ, ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെയും ഒരേദേൻ തോട്ടമാകണമേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതായ ചില ഭാഗങ്ങളെ ചേർത്ത് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, ഏദേൻ തോട്ടത്തിൻ്റെ അനുഭവം എന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാനിടയായിരുന്നു. പ്രാരംഭഘട്ടത്തിൽ പ്രത്യേകിച്ച് ഹല്ലേലൂയ ഒരു ഏദേൻ തോട്ടമായി ദൈവം നമ്മുടെ ഇടയിൽ ആകുവാൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരേദേൻ തോട്ടമാകുവാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് രണ്ട് ഭാഗം. ഒന്ന്, നമ്മുടെ ശരീരം മരുഭൂമിയാകരുത്, ഏദേൻ തോട്ടമാകണം. നമ്മുടെ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന, രോഗമിട്ട് പോരാടുന്ന, വിവിധമായ പ്രശ്നങ്ങളിട്ട് ദേശാധിപ ശക്തിയുടെ പോരാട്ടങ്ങൾ, വിവിധമായ ഹല്ലേലൂയ ഹല്ലേലൂയ ഡോക്ടർമാർ പോലും അത് ചികിത്സിച്ചിട്ട് അതിനൊരു പരിഹാരം കാണുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രുവിട്ട ചില മരുഭൂമിയുള്ള അനുഭവങ്ങളാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം അതിൻ്റെ മധ്യ ദൈവം ഹല്ലേലൂയ ഏദേൻ തോട്ടമായി ശരീരത്തെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. രണ്ട്, നമ്മുടെ ആത്മീക ജീവിതം വ്യക്തിപരമായി ഒരേദേൻ തോട്ടമാകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതൊന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ കുടുംബം ഹല്ലേലൂയ, ഭാര്യ, ഭർത്തു, കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ, ഇതൊക്കെയും ഒരേദേൻ തോട്ടമായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകിയ ഭവനം ഒരേദേൻ തോട്ടമാകണം.
അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ല, ഏതേൻ തോട്ടത്തിൽ അനുഭവത്തെ പറ്റി കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഏതേൻ തോട്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്ത് ഒരു ഏതേൻ തോട്ടമായി, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന ഒരു ശബ്ദമായി നമ്മുടെ ഭവനങ്ങൾ നിലകൊള്ളണം. ദൈവം ദാനമായി നൽകുന്ന ഭവനം, ദൈവദാസൻ അനുഗ്രഹിക്കട്ടെ, ഭവനം കൊടുത്തു. നമ്മൾ പ്രാർത്ഥിച്ച് കയറുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട ഏക വിഷയം എന്നാണെന്നറിയാമോ? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോടും പറയുന്നു, നിങ്ങളുടെ ഓരോ റൂമുകളും, നിങ്ങളുടെ ഓരോ ഹല്ലേലൂയ ഭൂമിക്കകത്തും ദൈവത്തിൻ്റെ ഒരു ഏതേൻ തോട്ടമാകണം. അതിനകത്ത് കയറി വരുന്നവർ അനുഗ്രഹം പ്രാപിക്കണം. അതിനകത്ത് കയറി വരുന്നവർ എൻ്റെ യേശുവിനെ കാണണം. ഒരാത്മാവിൻ്റെ അഭിഷേകം അതിനകത്ത് പ്രതിജ്വലിക്കുന്ന രീതിയിൽ നമ്മുടെ റൂമുകൾ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനം ഒരു ഏതേൻ തോട്ടമാകണം. ചിലർ പറയാറില്ലേ, എനിക്ക് ആ ഭവനത്തിൽ പോയാൽ ഉറക്കമില്ല. ചിലർ പറയാൻ ആ ഭവനത്തിൽ കയറിയ സമാധാനമില്ല. ചിലർ പറയുന്നു ആ ഭവനത്തിനകത്ത് കയറിയാൽ എനിക്ക് ജീവിതത്തിൽ സമാധാനം എന്തെന്ന്, സന്തോഷം എന്തെന്ന്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള നന്മ എന്താണെന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഉറക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ശത്രുവിൻ്റെ ചില മരുഭൂമി പോലുള്ള അനുഭവങ്ങളെ, അല്ലെങ്കിൽ ഭവനത്തിനകത്ത് വ്യാപരിക്ക് ചില മണ്ഡലങ്ങളുണ്ട്. ഇയ്യോബിനെ പറ്റി പറയുന്ന എന്തുവാ പറയുന്നേ? ഇയ്യോബിനെയും തൻ്റെ വസ്തുവകകളെ പോലും വേലി കെട്ടി സൂക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ പുതിയ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളിവിടെ പോകുന്നതിന് മുമ്പേ തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ, ദൈവം എനിക്ക് നൽകിയ ഈ ഭവനം ഇതൊരു ഏതേൻ തോട്ടമായ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇതിനകത്ത് ആര് കയറി വന്നാലും നന്നായി ഉറങ്ങുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, നിർഭയമുള്ള ഒരു ഭവനമായി തീരുവാൻ കർത്താവേ, അതിനായി സമർപ്പിക്കുന്ന പ്രാർത്ഥനയോടെ റൂമുകൾ പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഹല്ലേലൂയ ഒരു ഭവനം ഒരു ഏതേൻ തോട്ടമാകണം. നാലാമത്തെ കാര്യം, ഹല്ലേലൂയ, ദൈവം നമുക്ക് നൽകിയ സഭ അത് ഏതേൻ തോട്ടമാകണം. മരുഭൂമി ആകരുത്. മരുഭൂമി ആക്കാനാ ഈ കാലങ്ങൾ മുഴുവൻ ശത്രു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ചില പാമ്പുകൾ എന്നാണെന്നറിയാമോ? കമ്മിറ്റികൾ പോലെയുള്ള, രാഷ്ട്രീയം പോലെയുള്ള അടികളെയിട്ട്, നിരാശയിട്ട്, വാക്ക് തർക്കങ്ങളെയിട്ട് ദൈവസഭയ്ക്കകത്തൊരു ദൈവസഭയാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ദേശത്തിൻ്റെ മധ്യേ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ പല സഭകളും ദേശത്തിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലുള്ള പലരും ഇടപെടേണ്ടി വരുന്നു. രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടി വരുന്നു. പോലീസുകാർ ഇടപെടേണ്ടി വരുന്നു. കാരണം ദൈവസഭയ്ക്കകത്ത് ചില അതേ പാമ്പിന്റെ ശക്തികൾ കയറിയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏതേൻ തോട്ടത്തിനകത്ത് ആദാമിനെ ഹവ്വയും അതേ തോട്ടത്തിന് പുറത്താക്കുന്ന രീതിയിൽ, ഹല്ലേലൂയ, ഒന്നുകൂടെ പറയാം, ആദാമിനെ ഹവ്വയും പുറത്താക്കാൻ കാരണമായ പാമ്പിനെ ദൈവം വെറുതെ വിട്ടില്ല. ഇന്ന് പകൽക്കാലം ഓർക്കണം, ആ പാമ്പ് ഇന്നും ശപിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ ദൈവസഭ ഒരു ഏതേൻ തോട്ടമായി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു വ്യക്തിയും നമ്മളോ നമ്മുടെ തലമുറകളോ ആകരുത്. ആയാൽ അത് തലമുറ ശാപഗ്രസ്തമാകും. ദൈവദാസന്മാർക്കെതിരായി, ദൈവമക്കൾക്കെതിരായി, ആത്മീക ശുശ്രൂഷകൾക്കെതിരായി ഏത് കാര്യം പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമിട്ട് ശത്രുവിൻ്റെ തനതായ ശൈലി കാണിപ്പിച്ച് ദേശത്തിനകത്ത് ജാതികളുടെ ചില കലർപ്പുകൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ സഭകളോടും പരിശുദ്ധന് പറയുന്നു, ദൈവസഭ ദൈവത്താൽ ഏതേൻ തോട്ടമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വക കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുവാനിടയായത്. അതുമാത്രമല്ല, ഒരു ഏതേൻ തോട്ടത്തിനകത്തുള്ള എന്തൊക്കെയാണ് ഒരു ഏതേൻ തോട്ടത്തിനകത്തുള്ളത് എന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ഒന്നാമത്തെ ഭാഗം എന്താണ്? കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ യോഗ്യമായ ഫലം എന്ത് ഉണ്ടായിരിക്കണം? ആ തോട്ടത്തിനകത്തുണ്ടായിരിക്കണം, ഉണ്ട്. 2, ഹല്ലേലൂയ, ആ തോട്ടത്തിൻ്റെ നടുവിൽ
ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരിക്കണം. 3, നന്മ തിന്മകളെ പറ്റി അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഉള്ള അനുഭവമാണ് ഏദേൻ തോട്ടം എന്ന് പറയുന്നത്. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, അതിനകത്ത് ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്നൊരു ഏദേൻ തോട്ടമായിരിക്കണം. 5-ാമത്, ദൈവത്തിൻ്റെ ശബ്ദത്തിന് വിപരീതമായി ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന നിലവാരത്തിൽ ശത്രുവായവൻ പാമ്പിൻ്റെ രൂപേണെ കൗശലപൂർണമായി വരുന്ന ചില പാമ്പിൻ്റെ ശക്തികളും ഈ തോട്ടത്തിനകത്തുണ്ട്. ഇതിനൊക്കെ എന്ത് ചെയ്യണം? അതിജീവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് കഴിഞ്ഞ ആഴ്ച അതുവരെ പഠിച്ചു നിർത്തി. ഇന്ന് പകൽക്കാലം 1-ാമത്തെ ഭാഗം, ഒരു തോട്ടത്തിനകത്ത്. ഒരു തോട്ടം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കണം, നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതം, ശരീരം, ആത്മീക ജീവിതം, 2 നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, അതിനോടൊപ്പം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഭവനം, നമ്മുടെ സഭ. അതാണ് തോട്ടം. അങ്ങനെയാണെങ്കിൽ ആ തോട്ടത്തിനകത്ത് എന്താണ് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ യോഗ്യമായ ഫലമുണ്ടായിരിക്കണം എന്ന് പറയുന്നത് എന്ന് ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ ആഴ്ച പ്രാരംഭമായി പഠിച്ചുവെങ്കിലും അതിനാഴമായി ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ വായിച്ച വേദഭാഗത്തിലേക്ക് തന്നെ നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ സ്തോത്രം, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒൻപതാമത്തെ വാക്യം ദയവായി. ജനസിസ് ചാപ്റ്റർ 2 കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. മതി. 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ തോട്ടത്തിനകത്ത് അല്ലെങ്കിൽ കാണാൻ ഭംഗിയേറിയതും അതുപോലെ തിന്മാൻ യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുന്ന ചില വൃക്ഷങ്ങൾ എന്ത് ചെയ്യണം? തോട്ടത്തിനകത്തുണ്ടായിരിക്കണം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓർക്കണം, ഞാൻ പറഞ്ഞു വന്ന് ഇത് നമ്മളൊരു ഭൗതികമായി ചിന്തിക്കരുത്. കർണരസമാകുമാറുള്ള ലോകപ്രകാരമായ ഫലമോ ലോകപ്രകാരമായ അനുഭവമോ ഒന്നുമല്ല നമ്മുടെ ഭവനങ്ങൾ വേണ്ടത്. ഇവിടെ പറയുന്ന ഭാഗം ആത്മീകപരമായി ചില ഫലങ്ങൾ നമ്മുടെ വ്യക്തിപരമായ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഭംഗിയേറിയതാകണമെങ്കിൽ, അത് തിന്മാൻ യോഗ്യമായിരിക്കണമെങ്കിൽ ദൈവം ഒരു തോട്ടമുണ്ടാക്കി അതിനകത്തും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതിനെന്ത് ചെയ്യണം? പരിപാലിക്കുകയും പുതിയ പുതിയ ഫലങ്ങൾ വെളിപ്പെടുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ആദാമിന് ദൈവം ഏൽപ്പിച്ചതുപോലെ നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. ദൈവം നമുക്ക് നൽകിയ ചില ഫലമുണ്ട്. അതെന്നാ ഫലം എന്നറിയാം? നമ്മുടെ മനസാക്ഷിക്കകത്ത് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഏറ്റവും നല്ല ഫലമെന്ന് പറയുന്നത് മനസാക്ഷിയിലെ വിവേചന ബുദ്ധിയാണ്. മനസ്സിലായോ? മനസാക്ഷിക്കകത്ത് നല്ലതും തീയതും തിരിച്ചറിയുവാനുള്ള ഒരു വലിയൊരു നല്ലൊരു തോട്ടമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അത് ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആക്കി വയ്ക്കുമ്പോൾ തന്നെ തുടർന്നുള്ളതായ ദിവസങ്ങൾ എന്നും ആ ഫലം മാത്രമല്ല, ഇനി അടുത്ത വൃക്ഷങ്ങൾ പുറപ്പെടുവിക്കേണ്ട ദൈവമല്ല, അത് നമ്മുടെ ദൗത്യമാണ്. അത് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്നു. ഒന്ന്, ഈ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ യോഗ്യമായ ഫലമുള്ളൊരു വൃക്ഷം ഉണ്ടാകണമെങ്കിൽ, ഒരു പുതിയൊരു ജനറേഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മൾ അതിനെന്ത് ചെയ്യണം? വിതയ്ക്കണം. അപ്പോൾ വിതയ്ക്കണമെങ്കിൽ അതിനു മുമ്പ് എന്ത് വേണം? അതിന് തക്കതായ ഒരു നിലമുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ എല്ലാ മേഖലകളും ഒരു നല്ല ഒരു നിലമായിരിക്കണം. എന്താണ്? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വലിയ വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ യോഗ്യമായിട്ടുള്ള നല്ല നിലം നമ്മുടെ ജീവിതമായി തീരണം. ഇതിനെപ്പറ്റി നമ്മൾ സമയം മുമ്പോട്ടുണ്ട്, ഞാൻ വചനങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അത് ഹല്ലേലൂയ സ്തോത്രം അത് പലതും ചിലതെന്തെയാണ്? വഴിയരികെ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറയിടയിൽ വീണു,
ചിലത് നല്ല നിലത്ത് വീണു. ശ്രദ്ധയോടെ കേൾക്കണം. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പലവിധമാകുന്ന അനുഭവത്തിനകത്ത് ഇത് വീഴാൻ സാധ്യതയുണ്ട്. നല്ല വിത്ത്. ഞാൻ പറയാം ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ പറയാം. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ഒരു നല്ല നിലമായി നമ്മൾ എന്ത് ചെയ്യണം? ആയിത്തീരണം. നമ്മുടെ ജീവിതം പലപ്പോഴും പല അല്ലെങ്കിൽ വിത്തുകൾ മുളയ്ക്കത്തക്ക നിലവാരത്തിൽ ശത്രുവായൻ ഒരിക്കലും നമ്മെ മുൻപോട്ട് പോകാൻ അനുവദിക്കത്തില്ല. നമ്മൾ എത്ര നല്ല ദൈവവചനം കേട്ടാലും, എത്ര നല്ല മെസ്സേജുകൾ കേട്ടാലും, എത്ര നല്ല പ്രവചനം കേട്ടാലും, എത്ര നല്ല ദൂതുകൾ കേട്ടാലും അത് ഒരിക്കലും മുളയ്ക്കാതിരിക്കാൻ തക്കവണ്ണം, ഒരിക്കലും അതിനൊരു നന്മ പുറപ്പെടാതിരിക്കാൻ തക്കവണ്ണം ശത്രുവായൻ പ്രാരംഭത്തെ തന്നെ അതിൻ്റെ മുളയിലെ തന്നെ അല്ലെ നുള്ളിക്കളയുന്ന അനുഭവം പോലെ നമ്മളൊരു കാര്യം ഓർക്കണം. പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ അല്ലെ മുളയിലെ തന്നെ നുള്ളിക്കളയണം, നല്ലൊരു നിലമായി തീരരുത്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവമാണ് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുവാൻ ശത്രു ചില പദ്ധതി ഇട്ടാലും അതിൻ്റെ അപ്പുറമായി ദൈവം ഒരു പദ്ധതി അതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പുറപ്പെടുവിക്കുവാൻ, മിസ്രൈമിൽ നിന്നും ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ദൈവദാസനാണ് അതേ മോശ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ജനനത്തിലെ തന്നെ തകർത്തുകളെ ശത്രു ആഗ്രഹിച്ചു. അതിന് മുമ്പേ തന്നെ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷമോ ജനിച്ച ശേഷം അമർത്തുവാൻ പോലും കഴിയാത്ത വിധത്തിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ നദിയിലേക്ക് എറിയുന്നത് പോലുള്ള ഒരു അനുഭവം തൻ്റെ മുമ്പിൽ കടന്നു വന്നു മാതാപിതാക്കൾക്ക്. അത് മാത്രമല്ല, മുൻപോട്ട് പോയാൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുവാൻ സാധ്യത പോലെയുള്ള സാഹചര്യങ്ങൾ പിശാച് അവൻ ഒരുക്കിയെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്നാ എന്നറിയാമോ? ആ സമയത്ത് തന്നെ രാജകുമാരി, രാജകൊട്ടാരത്തിനകത്തുള്ള ചില വ്യക്തികളെ ഈ ഹല്ലേലൂയ മിരിയാം എന്ന് പറയുന്ന സഹോദരിയും തൻ്റെ മാതാവും കൂടെ ഹല്ലേലൂയ മനസ്സിനകത്ത് വിചാരിച്ചു, ഇതിനെ ഒഴുക്കിക്കളയുവാൻ ആഗ്രഹിച്ച സമയത്തിന് മുൻപേ തന്നെ എൻ്റെ ദൈവം ഹല്ലേലൂയ രാജകൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ജനിക്കരുതെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ദേശാധിപ ശക്തിയായ അതേ ഫറവോന്റെ കൊട്ടാരത്തിനകത്തു വച്ച് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ട് രാജകുമാരിക്ക് അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ നദിക്കകത്ത് അല്ലെ കുളിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അതിനകത്തൊരു മനസ്സാക്കി കൊടുത്തത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഒരു കാര്യം ഓർക്കണം, അന്നത്തെ നദി നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കുളിക്കുവാൻ പറ്റിയതായിട്ടൊരു നദി അല്ലായിരുന്നു. കാരണം ഈ നദിയിലായിരുന്നു പലരെയും കൊന്നു തള്ളിയിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ പോലെ നശിപ്പിച്ചിരുന്ന നദിയിലായിരുന്നു. പലവിധമാകുന്ന പ്രയാസം കൊണ്ട് തൻ്റെ പൂങ്കാവനത്തിൽ ഒത്തിരി വെള്ളമുള്ള സ്വിമ്മിംഗ് പൂൾ പോലുള്ള പലവിധമായ കുളങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നാണെന്നറിയാമോ? ഫറവോന്റെ കുമാരി നിശ്ചയമായി ഇവിടെ വരണം. കാരണം ഒരുവൻ ഹല്ലേലൂയ വാഗ്ദത്തമുള്ള ഒരുവൻ അവിടെ നിന്നും കയറി വരുന്നു. ഒരു കാര്യം ഓർക്കണം, മുളയിലെ നുള്ളിക്കളയുവാൻ തക്കവണ്ണം ശത്രു വിട്ട ചില പദ്ധതിക്ക് മുൻപേ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെട്ടതിന് കാരണം എന്നറിയാമോ? അത് ദൈവത്തിൻ്റെ പദ്ധതിയാകയാൽ ഒരു സ്തുതിക്കുന്ന മിരിയാമും സ്തുതിക്കുന്ന ഹല്ലേലൂയ ഒരു മോശയുടെ അമ്മയും ഉള്ളിടത്തോളം കാലം ആ മരുഭൂമി പോലെ കരഞ്ഞ് നിലവിളിച്ച് നഷ്ടപ്പെട്ട് മരണവീടാക്കുവാൻ ശത്രു ആഗ്രഹിച്ച ചില പദ്ധതിക്കകത്ത് എൻ്റെ ദൈവം തമ്പുരാൻ മുളയിലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അങ്ങനെയാ ചില പ്രവൃത്തികൾ കേട്ടോ. ചില അസാധാരണമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഓർത്തോണം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കഴിഞ്ഞ നാളുകളിൽ രോഗത്തിൽ വിമുക്തി പ്രാപിച്ച പ്രിയപ്പെട്ട പിതാവിനോട് ദൈവത്തിന് പരിശുദ്ധൻ പറയുന്നൊരു കാര്യം, താങ്കളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്.
എൻ്റെ മകൻ ജോഷുവ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ആ പ്രഗ്നൻ്റ് പ്രിയപ്പെട്ടതായ ഹല്ലേലൂയ മാതാവ് പ്രഗ്നൻ്റ് ആയ സമയത്ത്, ജോഷുവെ പ്രഗ്നൻ്റ് ആയ സമയത്ത് 3 മാസം ഈ കുഞ്ഞിനെ എടുത്തു കളയുവാൻ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞ റിസൾട്ട് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. 3 മാസം എടുത്തു കളയണം, മുളയിലെ നുള്ളിക്കളയണം. പക്ഷേ ജനിക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ഇന്ന് പവർ വിഷയം ശക്തമായി പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ട ബ്ലെസ്സഡ് സിസ്റ്റർ, ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഒരാലോചന നൽകുന്നു. പ്രിയപ്പെട്ട ദൈവദാസന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യോശുവെ ദൈവം കുടുംബത്തിനകത്ത് നൽകും. ഹല്ലേലൂയ. മോശയ്ക്ക് ശേഷം ഒരു ശുശ്രൂഷ ചെയ്യേണ്ട ഒരു മകൻ ദൈവം ഈ കാലഘട്ട ദൈവ കർത്താവ് നൽകുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ വാഗ്ദത്ത സന്തതിയായിരുന്നു അവൻ. പക്ഷേ 3 മാസമായപ്പോൾ എടുത്ത് കളയുവാൻ പറയത്തക്ക നിലവാരത്തിൽ ശത്രു ചില പദ്ധതി ഇട്ടെങ്കിലും പിന്നെയും പ്രിയപ്പെട്ട സഹോദരി വിളിച്ചപ്പോൾ സഹോദരി ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, ദൈവമാണൊരു തലമുറയെ നൽകിയെങ്കിൽ അത്ഭുതങ്ങൾ മാത്രം സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെയുള്ള പല മാസങ്ങൾ പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എങ്കിലും കൃത്യസമയമായപ്പോൾ ഒരു നോർമൽ ഡെലിവറിയുടെ അനുഗ്രഹിക്കപ്പെട്ട ജോഷുവെ ദൈവം നൽകിയതിൻ്റെ കാരണം എന്നറിയാമോ? മുളയിലെ തന്നെ നിന്നെ നശിപ്പിക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലങ്ങളുണ്ട്. മുളയിലെ നിന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ തന്നെ, കോളേജ് ലൈഫ് ആരംഭിക്കുമ്പോൾ തന്നെ മുൻപിലുള്ള ഭാവിയെ കണ്ടുകൊണ്ട് ദേശത്തിനകത്ത് ദൈവത്തിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സ്തുതിക്കുന്ന തലമുറകളെ കണ്ടുകൊണ്ട് ദൈവത്തിനുവേണ്ടി നിലകൊള്ളുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ തകർക്കുന്ന ഒരു അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ, ചിലരുടെ ഗർഭത്തെ പോലും അടച്ചുവെച്ച് ശത്രുവായൻ അടച്ചുവെച്ച ചില മേഖലകളുണ്ട്. ഒരു ശമൂവേൽ വെളിപ്പെടേണ്ട ഹന്നായുടെ ഗർഭത്തെ പോലും അടച്ചുവെച്ചതുപോലെ അടച്ചുവെച്ച ചില മേഖലകളുണ്ട്. അഥവാ പ്രഗ്നൻസി ആയാൽ തന്നെയും അതിനകത്ത് കറക്കുന്ന, അത് പൂർത്തീകരിക്കത്തില്ലെന്ന് പറഞ്ഞ്, നല്ലൊരു കുഞ്ഞു പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് മുളയിലെ നുള്ളുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലമുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ചോദിച്ചു നോക്കണം, നമ്മുടെയൊക്കെ എങ്ങനെയായിരുന്നു അനുഭവമെന്ന്. പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എടുത്തുകളെ. പലരും കൂടെയുള്ളവർ പറഞ്ഞു നിന്റെ ആരോഗ്യത്തിന് ഇത് നഷ്ടമാണ്. പലപ്പോഴും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഇത് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആർക്കും ഭാരമാകരുതേ. ഇങ്ങനെ പലവിധമാകുന്ന വിഷയങ്ങൾ കടത്തിവിട്ട് മുളയിലെ നുള്ളിപ്പിക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലമുണ്ട്. കാരണം അത് വളർന്നാൽ, ഈ വ്യക്തി വളർന്നാൽ ദൈവത്തിന് ഫലവത്തായ ഒരു വൃക്ഷമായി വെളിപ്പെടുമെന്ന് പിശാചാവ് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിന് അപ്പുറമാണ്, അതിനപ്പുറമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹാമാൻ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കത്തക്ക നിലവാരത്തിൽ ചില കഴുകുമരം വയ്ക്കുന്നുമ്പോ തന്നെ, അവൻ ചിന്ത ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ കൊട്ടാരത്തിനകത്ത് ഉപവസിക്കാൻ പോലും ദൈവം തമ്പുരാൻ ചില വ്യക്തികളെ ആക്കി വച്ചതിന്റെ കാരണം മുളയിലെ നുള്ളുന്ന ചില വ്യാപാര മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കാനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, ലോക സ്ഥാപനത്തിന് മുൻപേ തന്നെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരുക്കി വച്ച പാത ദൈവം ഒരുക്കി വച്ചതിൻ്റെ കാരണം എന്നറിയാമോ? ഇവിടെ മുളയിലെ നുള്ളുന്ന ചില വ്യാപാര ശക്തികൾ, അല്ലെങ്കിൽ ആ വിത്തുകൾ അത് മുളച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെ തകർത്ത് കളയണം. ഭാവി ജീവിതത്തിൽ കയറുന്നതിന് മുമ്പേ ഭാവിയോടുള്ളതായ വിരുദ്ധത അനുഭവിക്കണം. കുടുംബജീവിതത്തിലുള്ള ഒരുമയുള്ള നന്മ അനുഭവിക്കുന്നതിന് മുൻപേ, ദേശത്തിലെ നന്മകൾ ഒരുമിച്ച് അനുഭവിക്കുന്നതിന് മുമ്പേ അസമാധാനങ്ങൾ കടത്തിവിടണം. ഹല്ലേലൂയ. ജനനത്തെ തകർക്കുന്ന ശക്തികൾ, ഹല്ലേലൂയ, ഗർഭപാത്രത്തിൽ പോലും വെളിപ്പെടുന്ന ചില ശക്തികൾ, ജനിച്ചാലും വിടാത്തവന് ശത്രുവിന്റെ പല പദ്ധതികൾ വിടുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് ഹല്ലേലൂയ പാറമേൽ വീണു. ഇതെല്ലാം അല്പം കഴിഞ്ഞപ്പോൾ തകർന്നു പോയി.
പക്ഷേ ഇതുപോലെ നാമും പലപ്പോഴും തകർന്നു പോകേണ്ടതായിരുന്നു, പലപ്പോഴും ഒതുങ്ങേണ്ടതായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഹല്ലേലൂയ, വേർപാടിൻ്റെ 1-ാം വർഷവും വേർപാടിൻ്റെ 2-ാം വർഷവും വേർപാടിൻ്റെ 3-ാം വർഷവും വേർപാടിൻ്റെ 4-ാം വർഷവും ഒക്കെ ഹല്ലേലൂയ ആഘോഷപൂർണമായി ശത്രുവായവൻ ആഘോഷിക്കുവാൻ വേണ്ടി പല പദ്ധതിയിട്ട ചില പദ്ധതികളുണ്ടായിരുന്നു. എൻ്റെ ദൈവം തമ്പുരാൻ അതൊന്നും കൂടാതെ ഒരു നല്ല നിലമായി നമ്മെ തീർത്ത് നമ്മളായിരുന്ന ഭവനത്തെയും നമ്മളായിരുന്ന വാഹനങ്ങളെയും നമ്മളായിരുന്ന സ്കൂളുകളിലും നമ്മളായിരുന്ന മേഖലകളിലും നമ്മളായിരുന്ന ജോലി സ്ഥലങ്ങളിലും എൻ്റെ ദൈവം തമ്പുരാൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് പകൽക്കാലം നല്ല നിലമായി നമ്മെ ഇത്രത്തോളം വളർത്തുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണം, ഒന്ന്, ഈ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നല്ല നിലത്ത് ഈ വിത്തുകൾ വീഴണം. ഈ തോട്ടത്തിനകത്ത് പുതിയ വിത്തുകൾ എന്ത് ചെയ്യണം? വീഴണം. അതിനകത്ത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നല്ല നിലം മാത്രം പോരാ, നല്ല വിത്തുകൾ എന്ത് ചെയ്യണം? പാകണം. നല്ല ഹല്ലേലൂയ സ്തോത്രം, വിത്തുകൾ പാകണം. എന്താണ് ഈ നിലം? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഹൃദയമാണ് നല്ല നിലം. ഞാനൊരിക്കൽ 2-3 ആഴ്ച സ്റ്റാറ്റസ് ഇടുന്നത്, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള നല്ല മണ്ണുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹൃദയം. അതിനകത്ത് എന്തു വേണോ വളർത്താം. നമ്മുടെ തലമുറകൾ കരങ്ങൾ തരുമ്പോൾ ആ തലമുറ ഏത് വിധേനയും വളർത്താം. എങ്ങനെ വേണോ വളർത്താം. സ്നേഹം കൊടുത്താൽ സ്നേഹം ജനിക്കുവാനിടയായിത്തീരും. നല്ല അനുഭവം മാത്രം എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കണം. നമുക്കറിയാം, നമ്മുടെ ദൈവദാസൻ പറഞ്ഞ പോലെ കേരളം മുഴുവൻ ഒരു വല്ലാണ്ട് വിധത്തിൽ പോകുന്നതിൻ്റെ പല കാരണങ്ങൾ, ചില കാരണങ്ങൾ ഞാൻ പറയാം. ഒറ്റ കാര്യം മാത്രം. ഒന്ന്, ദൈവസഭയ്ക്കകത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ ആത്മീകത്തിൽ വളർത്തണമെന്നുള്ള മാതാപിതാക്കളുടെ ആ ഒരു ശരിയായ തീരുമാനം, ആഗ്രഹമില്ലായ്മയാണ് ഒരു പരിധിവരെ കാരണം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ദൈവമക്കളായി ജീവിക്കുന്നതിന് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ വളർത്തുവാനും സഭയോടുള്ള ബന്ധത്തിലുള്ള ആത്മാർത്ഥത പുലർത്തുവാൻ, അവരൊന്നുമില്ലെങ്കിലും കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്ത് നിന്നാലും ദൈവത്തിനു വേണ്ടി ഓടുവാനുള്ള മനസ്സ് കൊടുത്തുണ്ടാ ഇന്ന് തലമുറകൾ ദേശത്തിന് മധ്യേ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമകനായി ജീവിക്കാൻ ഭാഗ്യം കൊടുത്തത്. ചിന്തിച്ചു നോക്കിയ അപ്പനും അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ സിഗരറ്റും വലിച്ച്, കഞ്ചാവും അടിച്ച്, MDMA അടിച്ച്, അല്ലെ തകർന്ന് തരിപ്പണമേ നിൽക്കുന്ന എത്രയോ തലമുറകൾ. കർത്താവ് നമ്മുടെ തലമുറകളെ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ഒരു ഹല്ലേലൂയ ഫലങ്ങൾ വെളിപ്പെടുന്ന ഒരു ജീവിതമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, നല്ല വിത്തുകൾ എന്ത് ചെയ്യണം? പാകണം. എന്താണ് നല്ല വിത്തുകൾ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്നാമത്തെ കാര്യം നമ്മൾ വിട്ടുപോകരുത്, നമ്മൾ സ്തുതിക്കുന്നവരായി തീരണം. അതിപ്രകാരമായിട്ടാണ് ചില നല്ല വിത്തുകൾ. എന്തൊക്കെയാണ് ദോഷമായ വിത്തുകൾ? എന്ത് നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞങ്ങ് പോകുന്നുവെങ്കിൽ ദൈവമക്കൾ, ഞാൻ പറയുന്നു, ഈ ദൈവമക്കൾ ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാകിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുള്ളത് വിശുദ്ധീകരിക്കപ്പെടുവാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരേതേൻ തോട്ടമാകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ വിധ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏതു വിത്തുകൾ നമ്മുടെ കുടുംബത്തിനകത്ത് വിളയാൻ പാടില്ല, വിതയ്ക്കാൻ പാടില്ല. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. നമ്മളിന്ന് പറഞ്ഞു വന്നത് വിത്തുകളെ പറ്റിയാണ്. ഏത് നല്ല വിത്തുകളുമുണ്ട്, ചീത്തയായ വിത്തുകളുമുണ്ട്. അതിനകത്ത് എന്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും നമ്മുടെ അനുഭവങ്ങൾ വിതയ്ക്കാൻ പാടില്ല എന്ന് വ്യക്തമായി അവിടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ഒന്ന്, ജഡത്തിന്റെ പ്രവൃത്തികളോ. ഇവിടെ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലം. അപ്പൊ അതിനു മുമ്പേ പറയുന്ന എന്തുവാണ്? ജഡത്തിന്റെ ഫലം, അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തി എന്ന ഫലം. ജഡത്തിന്റെ പ്രവൃത്തികളോ. ദുർനടപ്പ്. ഒന്ന്, ദുർനടപ്പ് ഉണ്ടായിരിക്കരുത്. ദൈവദാസൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ദൈവസഭയിൽ മാത്രമല്ല, ദൈവസഭയിൽ ആരാധിക്കാൻ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന് സമസ്ത മേഖലകളിൽ നല്ല നടപ്പുണ്ടായിരിക്കണം. നല്ല നടപ്പ്.
ദുർനടപ്പെന്ന വിത്ത് പാകരുത്. നല്ല നടപ്പ്, നല്ല നടപ്പ്. മനസാക്ഷിയോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നല്ല നടപ്പല്ലാത്ത ഏതെങ്കിലും അനുഭവം ഉണ്ടായെങ്കിൽ കർത്താവ് എന്നെ നല്ല നടപ്പിലേക്ക് നയിക്കണമേ. ഈ കഴിഞ്ഞ ഏറെ ആഴ്ചകളായി ദൈവദാസൻ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാൻ പറഞ്ഞൊരു കാര്യം, വചനം എന്ന വിത്തിനെ പറ്റി ആഴമായി പഠിപ്പിക്കാനിടയായിരുന്നു. വചനത്തിൽ ദൈവസഭ ഉറപ്പിക്കുവാൻ, തലമുറകൾ ഉറപ്പിക്കുവാൻ, കുഞ്ഞുങ്ങൾ ഉറപ്പിക്കുവാൻ എന്തൊക്കെ ചെയ്യണം വ്യക്തമായി പഠിപ്പിച്ചു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദൈവവചനത്തിന് ആധാരമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന്, ദുർനടപ്പെന്ന് പറയുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിനകത്തോ, നമ്മുടെ ആത്മീക ജീവിതത്തിനകത്തോ, നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള ബന്ധത്തിലോ, നമ്മുടെ ഭവനത്തിനകത്തോ, നമ്മുടെ സഭകളിലോ ദുർനടപ്പ് വെളിപ്പെടരുത്. രണ്ട്, അശുദ്ധി വരരുത്. അടുത്ത് ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് നമ്മൾ സ്തുതിക്കുന്നവരാകണം. ഇനി അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആഴമായി കുഞ്ഞുങ്ങളോടും എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയുന്നൊരു കാര്യം, ഈ വിധമാകുന്ന പൊല്ലാത്ത ചില വിത്തുകൾ ശത്രു പല രീതിയിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നിങ്ങളുടെ കുടുംബത്തിനകത്തും, നിങ്ങളുടെ ഭവനത്തിനകത്തും, നിങ്ങളുടെ സഭയ്ക്കകത്തും വെളിപ്പെടുത്തുവാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ചില പാമ്പിന് ശക്തിയുണ്ട്. ഉണ്ടോ? ആ വാക്യം വിടരുത്. ഒരു വാക്യം കൂടെ വായിച്ചു നോക്കാം. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. 23-ാം സങ്കീർത്തനത്തിന്റെ സ്തോത്രം 23-ാം സംഖ്യ രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഹല്ലേലൂയ സ്തോത്രം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ഇവിടെ ഒരു ഇടയനെ പറ്റിയും ആടുകളെ പറ്റിയും ആഴമായി നമ്മൾ നല്ല ശക്തമായി ആശ്വസിക്കുന്ന വചനമാണ് ഇവിടെ പറയുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തരികിലേക്ക്. സത്യയോട് കേൾക്കണം, നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പച്ചയായ പുൽപ്പുറത്തിനകത്ത് നമ്മൾ കിടത്തി എന്ന് പറഞ്ഞാലും, നമ്മളവിടെ കിടന്നെന്ന് പറഞ്ഞാലും, ഈ പച്ചയായ പുൽപ്പുറത്തിനകത്തും ചില തേളുകളുണ്ട്, ചില വണ്ടുകളുണ്ട്, കുത്തുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ കാണും, വിഷകരമായിട്ടുള്ള സസ്യങ്ങൾ കാണും. ഇവിടെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ അതിനകത്ത് പുറത്തു വരേണ്ട ഒരു ഭാഗം, അതിനെയൊക്കെ വിജയിച്ച് ഒരു വിജയാളിയായി നമ്മൾ മുമ്പിൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച് ഗലാത്യ ലേഖനത്തിൽ വരാം. അവിടെ പറയുന്നൊരു ഭാഗം, ഹല്ലേലൂയ സ്തോത്രം, ഈ വിധമാകുന്ന വിത്തുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരാൻ നാം അനുവദിക്കരുത്. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പണ്ടേ കേൾക്കുന്ന ചിന്ത വരരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതേം തോട്ടമാകാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭ വളരെ ചുരുങ്ങിയ പേരാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരുടെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ദൈവജനം ഒരുമിച്ചിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വ്യക്തമായൊരു അനുഭവം, ഹല്ലേലൂയ ഹല്ലേലൂയ, നമുക്ക് അത്ഭുതമെന്ന് കേൾക്കുവാൻ പറയത്തക്ക നിലവാരത്തിൽ ദൈവം ചില പ്രവർത്തികൾ നടത്തുമ്പോൾ ഇതൊക്കെ ദൈവജനം അനുവർത്തിച്ചേ പറ്റൂ. ഞാൻ പറയുന്നു, ഒന്ന്, സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ ജഡത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ മേൽ കയറ്റിവിടുവാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ കണ്ണ് ദൈവ മക്കളുടെ ഇടയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നത്, നീതിമാൻ ആരുണ്ടെന്ന് പറഞ്ഞ് ദൈവം സ്വർഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? കുനിഞ്ഞു നോക്കുന്നു. നമ്മുടെ ഇടയിലും നോക്കുന്നു. ഒരു അന്വേഷണമുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം, ഈ സഭയിൽ വരുന്നതിന് മുമ്പേ ആദ്യത്തെ ചർച്ചിൽ പ്രിയപ്പെട്ട ദൈവദാസൻ പറഞ്ഞ ഒരു ആലോചന ഇപ്രകാരം ഞാൻ ഓർക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവദാസന് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഒരു പാളയത്തിനകത്തൊരു അന്വേഷണം നടത്തും ദൈവം തമ്പുരാൻ. ആ ദൂത് ഓർമ്മയുണ്ടോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. പാളയത്തിനകത്തൊരു അന്വേഷണം. ദൈവം നമ്മെ പാളയമിറങ്ങി നമ്മെ വിടുവിക്കുകയും ദൂതന്മാരുടെ സാന്നിധ്യം നമ്മളുള്ളപ്പോൾ തന്നെ അതനുഭവിക്കുവാൻ സ്വയമായി കഴിയാതെ ദൈവം നമ്മെ പാളയമിറങ്ങി
ദൂതന്മാരുടെ സംരക്ഷണം നമ്മളെ കാക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുമ്പോൾ അതിനകത്ത് ദൈവ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്ന ചില വ്യക്തികൾ ദൈവം ഒരു അന്വേഷണം നടത്തേണ്ടി വരുന്നു. ഇന്ന് പകൽക്കാലം തിരിഞ്ഞു വരിക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ഇടയിൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ വരാതിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അറിയാം, അല്ലെങ്കിൽ ഏത് വിത്താണോ വിതയ്ക്കുന്നത് അത് തന്നെ പുറപ്പെടും. നമ്മുടെ കുടുംബത്തിനകത്ത് ഇത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ കൊടുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെയും ദൈവജനം കൊണ്ട് പരിശുദ്ധാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഭവനത്തിനകത്ത് ആരെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയുവാൻ അനുവദിക്കരുത്. ഒരാളെ പറ്റി അല്ലാത്ത വാക്കും ഇല്ലാത്ത വാക്കും പറയരുത്. ദൈവഹിതമില്ലാത്ത ശാപങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ വരരുത്, നമ്മുടെ അധരങ്ങളിൽ വരരുത്. മറ്റുള്ളവരെ പറ്റി ചിന്ത നമ്മളെ മേൽ ഭരിക്കരുത്, ആത്മീക ചിന്തയല്ലാതെ. ഇതൊക്കെ കണ്ടു വളർന്ന തലമുറകളുണ്ട്. നമ്മൾ എത്ര നന്നായാലും നമ്മൾ ഒരു വിത്ത് വിതച്ചാൽ 1000 ഫലം കായ്ക്കും. കുടുംബത്തിനകത്ത് നിരാശയുണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന, ദ്വന്ദ്വവശമുണ്ടാക്കുന്ന, അസൂയുണ്ടാക്കുന്ന, പകയുണ്ടാക്കുന്ന, പിണക്കമുണ്ടാക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ, വിത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളർത്തിയാൽ നാളുകൾ കഴിയുമ്പോൾ 1000 ഇരട്ടിയായി അത് പുറത്തു വരും. ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ഭവനങ്ങളിൽ വരരുത്. നമ്മുടെ അധരങ്ങൾ സൂക്ഷിക്കപ്പെടട്ടെ. നമ്മൾ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സ്തുതിക്കാൻ തയ്യാറാകുക. ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരെ പറ്റി പറഞ്ഞിട്ടോ കേട്ടിട്ടോ അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടോ? നമ്മളെ പറ്റി പലരും പറയും. ശ്രദ്ധ, ഈ നമ്മുടെ ഏറ്റവും നമ്മുടെ കൂടെയുള്ള വിശ്വാസികൾ നമുക്കെതിരായി പറയും, നമ്മളെ കൂടെയുള്ള സഹോദരങ്ങൾ നമുക്കെതിരായി പറയും. നമ്മളേറ്റവും അധികം ആപത്ത് ഘട്ടം നമ്മളെ സഹായിച്ചവർ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള സ്വത്രം നമ്മളെ പറയും. നമ്മളൊന്നുമില്ലായ്മയൊക്കെ ആകുമ്പോൾ പറയും. കുറച്ചുകൂടെ പറഞ്ഞ പണത്തിൻ്റെ ഹുങ്കുന്നവരെന്ത് ചെയ്യും? നമ്മളൊന്നുമില്ലായ്മയൊക്കെ സഹായിച്ചത്, പക്ഷെ പിന്നത്തെ അതൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ കർത്താവ് ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അതിനെയൊക്കെ നെവർ മൈൻഡായി ചെയ്തിട്ട് സ്തുതിക്കാൻ ആരംഭിക്ക്. കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനിടയായി തീരും. നല്ല ഫലം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഫലം കൊടുക്കണം, നല്ല ഫലം കൊടുക്കണം. ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ ആരാധനയ്ക്ക് അനുഭവത്തിനു വേണ്ടി നമ്മൾ ചിലത് തയ്യാറായി കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. എന്തേ തലമുറകൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കേരളത്തിൽ വരുന്ന ഞാൻ പറയുന്നു, ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം തലമുറകൾ. സ്കൂളുകൾ കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല, മാതാപിതാ കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നല്ലൊരു പോലീസുകാരൻ നല്ലൊരു അടി കൊടുക്കാൻ പറ്റത്തില്ല, പരസ്യമേ ഒരു ഇടി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ഇതൊക്കെ നിയമത്തിൻ്റെ കുരുക്കളിട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വല്ലാണ്ടൊരു പോക്ക് വന്നിരിക്കുന്ന ഓർക്കുമ്പോൾ ഓർക്കണം, ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള ചില നിലവിളികളും ഇങ്ങനെയുള്ള ചില കൊലപാതകങ്ങളും വരുത്തുവാൻ ശത്രു ചില പദ്ധതി ഇട്ടിട്ട നിസ്സാരമായ ചില വിത്തുകൾ പാകുന്നത് അത് ഇപ്പോഴേ മനസ്സിലാകണം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അതിന് വിടാം. ഒരു നല്ലൊരു കൃഷിക്കാരൻ, നമുക്കറിയാം നാട്ടിൽ ഒത്തിരി തെങ്ങിൻ തോട്ടങ്ങളുണ്ട്, തെങ്ങിൻ തോട്ടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ പോടുകൾ കാണും. നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഒരു തെങ്ങുണ്ടായാൽ ആ പോട് കണ്ട നമ്മൾ വിചാരിക്കും മരം കൊത്തി വന്ന് അതിനെന്ത് ചെയ്യാണ്, കൊത്തുകയാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് വിടും. പക്ഷെ നല്ല കൃഷിക്കാരൻ വിടത്തില്ല കേട്ടോ, വിടത്തില്ല. അവൻ കയറും, അല്ലെങ്കിൽ അറിയുന്നവനെ കൊണ്ട് കയറ്റിയിട്ട് പറയും അതിനകത്ത് എന്താ കാരണം എന്ന് അന്വേഷിക്കും. അപ്പോഴാണ് മനസ്സിൽ നിന്ന് കരിച്ച ഉണ്ടാകുന്നത്. ആ കരിച്ചയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യും, അതിനെ ചാടി പുറത്താക്കും. എന്നിട്ട് നല്ല നിലമായിട്ട് വളർത്തേണ്ട വിധത്തിൽ അപ്പോൾ തന്നെ കണ്ടുപിടിച്ച് അതിനെ വളർത്തും. അതെന്നും നിലനിൽക്കും. പക്ഷേ ചിലരുണ്ട് ചെറിയ പോടെന്ന് കണ്ട് അവിടെ അങ്ങ് വിടും. പക്ഷേ മൂടോടെ അല്ലെങ്കിൽ താഴെ പോകുമ്പോഴറിയുന്നത് ആ തെങ്ങിനെ ഒന്ന് വെട്ടി നോക്കുമ്പോൾ മൊത്തം പൊള്ളയായിരുന്നു. നമ്മൾ നാളുകൾക്ക് മുമ്പേ കണ്ടതാ. ഇത് തന്നെ കുടുംബത്തിനകത്ത് നാളുകൾക്ക് മുമ്പേ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവസാന്നിധ്യം ഇല്ലാത്ത ചില അനുഭവങ്ങൾ, ചില അനുസരണക്കേടുകൾ കുടുംബത്തിനകത്ത് വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കരുത്.
നമ്മൾ അപ്പോഴേ കണ്ടുണർന്ന് ദൈവസനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കേണ്ടതിൽ പ്രാർത്ഥിക്കുകയും അനുസരിപ്പിക്കുകയും ദൈവമക്കളുടെ ബന്ധത്തിൽ അത് നിസ്സാരമായി കണക്കിടരുത്. നല്ല ഫലം കായ്ച്ച് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അപ്പോഴേ കണ്ടുപിടിച്ച് ദൈവസനെ തിരിഞ്ഞു വരണം. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്, ചില ദർശനങ്ങൾ കാണാറുണ്ട്, നമ്മൾ ചാടി എഴുന്നേൽക്കാറുണ്ട്. വെറുതെ വിടരുത്, പ്രാർത്ഥിക്കണം. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ചില പ്രത്യേകമായ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ നിസ്സാരമായി കൈവിടരുത്. നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രം, ദൈവത്തിൻ്റെ ഫലം മാത്രം വെളിപ്പെടുവാൻ ദൈവം അതിനകത്ത് ആഗ്രഹിക്കുന്നു. മുളയിലെ നുള്ളുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലങ്ങളോട് ദൈവസഭ തിരിച്ചറിഞ്ഞ്, കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞ്, മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ്, ദൈവസഭ തിരിച്ചറിഞ്ഞ് സഭയ്ക്കകത്ത് ദൈവഹിതമില്ല സംസാരങ്ങൾ വരുമ്പോൾ, ദൈവഹിതമില്ലാത്ത രീതികൾ വരുമ്പോൾ, കുടുംബത്തിനകത്ത് ദൈവഹിതമായ രീതികൾ വരുമ്പോൾ ഈ ദിവസങ്ങൾ മിണ്ടാതിരിക്കരുത്. ദൈവഹിതമില്ലാത്ത ഫലം പുറപ്പെടുവിക്കുവാൻ നാം അനുവദിക്കരുത്. ഈ ദിവസങ്ങൾ നല്ല ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തുടർന്നുള്ളതായ ഭാഗങ്ങൾ പിന്നെ നമുക്ക് സമയങ്ങളുള്ളത്തോളം പറയാം. കണ്ണുകളും കൂടാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അല്പനേരം ദൈവത്തിൻ്റെ വചനം നമ്മൾ അല്പനേരം ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ഭവനം, ദൈവം നമുക്ക് നൽകിയ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭ, ഇതൊക്കെയും ഏതേൻ തോട്ടമായി ആകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. എല്ലാവരും പറയുന്നു, ഞാൻ എൻ്റെ മരിച്ച് കർത്താവിൻ്റെ നാട്ടിൽ പോയി സ്തുതിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നിമിഷം ചിന്തിച്ച് നോക്കിക്കേ. നമുക്കിഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തിൽ, ഇഷ്ടപ്പെടാത്തൊരു കാര്യം, നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരു 5-10 മിനിറ്റോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിരന്തരമായി നമ്മളത് കേട്ടാൽ ബോറടിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ അതുപോലെ സ്തുതി അനുഭവം ഇല്ലാതെ നമുക്ക് എങ്ങനെ സ്വർഗജീവിതം, സ്വർഗീയമായ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റും? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധം നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നത് പോലെ, ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെ കർത്താവുമായുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റും? ഈ കാലഘട്ടത്തിൽ കർത്താവുമായുള്ള ജീവിതം ആസ്വദിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാൾ മരുഭൂമി പോലെ ആകേണ്ട അനുഭവത്തിനകത്ത് കർത്താവ് ഒരു ഏതേൻ തോട്ടമായി നിർത്തിയെങ്കിൽ ഇന്ന് പൽക്കാൻ കർത്താവേ, എൻ്റെ ഏതേൻ തോട്ടത്തിനകത്ത്, എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത് ദൈവഹിതമില്ലാത്ത ഒരു ജഡത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ അനുവദിക്കും കർത്താവേ. അറിയാതെ എൻ്റെ വായിൽ പകയായി വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൂഷണമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ, അസൂയായി വന്നിട്ടുണ്ടെങ്കിൽ, പകയായി, പിണക്കമായി, ജാരശങ്ക, ക്രോധമായി, തൊന്നവശമായി ഏതെങ്കിലും ഭാഗങ്ങൾ വന്നുപോയിട്ട് കർത്താവ് ക്ഷമിക്കണമെന്ന് പറയും. ഇന്നു മുതൽ നമ്മുടെ ഭവനങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ നമ്മുടെ അധരങ്ങൾ വരാതെ സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ നിശ്ചയമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഏതേൻ തോട്ടമാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുവാനിടയായി തീരും. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭകളെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ ഒരേതേൻ തോട്ടമായി വെളിപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഒരേതേൻ തോട്ടമാകണം. എന്നും രോഗിയായിരിക്കുന്ന അനുഭവമല്ല, യേശുവിൻ്റെ നാമത്തിൽ ഒരേതേൻ തോട്ടമാകട്ടെ. ദൈവഹിതമില്ലാത്ത ഷുഗറുകൾ, ദൈവഹിതമില്ലാത്ത പ്രഷറുകൾ, ദൈവഹിതമില്ലാത്ത തൈറോയിഡുകൾ, ദൈവഹിതമില്ലാത്ത ക്യാൻസറുകൾ, ദൈവഹിതമില്ലാത്ത ഇൻഫെക്ഷനുകൾ, ദൈവഹിതമില്ലാത്ത ആരോഗ്യമില്ലായ്മകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ദൈവം ഞങ്ങൾക്ക് നൽകിയതായ ഈ ശരീരം ആരോഗ്യത്തോടെ ജീവിക്കുവാൻ സ്വർഗം സഹായിക്കണപ്പാ. കർത്താവേ, ഞങ്ങളുടെ ശരീരം ഒരേതേൻ തോട്ടമായി തീർന്ന കൃപയ്ക്കായി സ്തോത്രം. കുടുംബങ്ങളിനകത്ത്, വ്യക്തിമണ്ഡലങ്ങളിലേക്കകത്ത്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അതിലായി നിറയ്ക്കണം. നമ്മൾ സ്തുതിക്കുന്നവരായി തീരുന്ന ദിവസം ഞങ്ങളുടെ ആധരങ്ങൾ എല്ലാ നിമിഷവും ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുവാൻ, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവസഭയുള്ള ഓരോ വ്യക്തികളും കർത്താവെ ഞങ്ങളെ തന്നെ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. ഞങ്ങളുടെ ആധാരങ്ങൾ സ്തുതിക്കട്ടെ കർത്താവെ. സ്തുതിക്കുന്നവരായി തീർന്ന് കർത്താവിൻ്റെ നാമം ഉയർത്തുന്നവരായി തീരുവാൻ, നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരായി തീരുവാൻ സ്വർഗം സഹായിക്കണം. സ്വർഗം ഞങ്ങളെ പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആശുവാൻ ദേവദാസൻ പറഞ്ഞാട്ടെ. സ്തോത്രം.
സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വേഗം വരണമേ. സ്തോത്രം സ്തോത്രം. എല്ലാവർക്കും ദൈവവന്ദനം. അതുപോലെ സൂമിലൂടെ കേട്ട എല്ലാ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.